ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായം 34 വാക്യം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഈ ഭൂമിയിൽ ഒരു ദിനം കൂടി ആയുസ്സിനെ നീട്ടിത്തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ പലപ്പോഴും ദൈവത്തെ വിഷമിപ്പിക്കുന്ന പ്രവൃത്തികളാണ്. എന്നാൽ അവിടെയൊക്കെ നമുക്ക് ക്ഷമയുടെ അനുഭവം, ക്ഷമയുടെ സന്ദേശം നമുക്ക് പകർന്നു തന്ന് നമ്മെ ഈ ഭൂമിയിൽ ഓരോ ദിവസവും അധികം ജീവിക്കുവാൻ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കുവാനായി നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ശരിയായ അളവുകോൽ എന്ന് പറയുന്നത് ക്ഷമിക്കുവാനുള്ള മനസ്സാണ്. ക്ഷമിക്കുവാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹം എത്ര വലിയ ശുശ്രൂഷയുള്ള വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഒരു സന്ദേശത്തിന് യാതൊരു പ്രസക്തിയുമില്ല. നമുക്ക് ഏറ്റവും വലിയ ക്ഷമയുടെ സന്ദേശം നൽകിയത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ക്ഷമയുടെ സന്ദേശം ലോകത്തിന് നൽകുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത നമ്മുടെ ഏറ്റവും നല്ല ഗുരുവാണ് കർത്താവായ യേശുക്രിസ്തു. നാം വായിച്ചു കേട്ട വേദഭാഗം അതാണ്. ക്രൂശിൽ തന്നെ ക്രൂരമായി പീഡിപ്പിച്ച പടയാളികളെ ഓർത്ത് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവരോട്. ക്രൂശ് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. ക്രൂശ് ക്ഷമയുടെ സന്ദേശമാണ്. 1999 ജനുവരി മാസം 23 ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങളും ഫിലിപ്പും തിമോത്തിയും ജീപ്പിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ജീവനോടെ ചുട്ടരിക്കപ്പെട്ട ആ ഒരു സംഭവം നമുക്കറിയാം. ഒഡീഷയിലെ കുഷ്ഠരോഗികളായ ദരിദ്രർക്കിടയിൽ സമർപ്പിതമായ സേവനം അവർ ചെയ്തു. അതുവരെ ഇന്ത്യക്ക് പുറത്ത് ലോകത്തിന് അത്രയൊന്നും അറിയില്ലായിരുന്നു അവരെ. എന്നാൽ അതിലേറെ നമ്മെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഈ ദുരന്തത്തിനിടയിലും ഗ്ലാഡിസും അവരുടെ മകൾ എസ്തേറും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എങ്ങനെയാ? വെറുപ്പോടെയല്ല, ക്ഷമയോടെ അവർ പ്രതികരിച്ചു. 12 വർഷത്തിന് ശേഷം കേസിൻ്റെ വിചാരണകളൊക്കെ അവസാനിച്ച സമയത്ത് ഒരു പ്രസ്താവന ഗ്ലാഡിസ് ഇറക്കുകയാണ്. ഞാൻ കൊലയാളികളോട് ക്ഷമിച്ചു. എനിക്ക് അവരോട് ഒരു വെറുപ്പുമില്ല. ക്രിസ്തുവിലൂടെ ദൈവം എന്നോട് ക്ഷമിച്ചു. തൻ്റെ അനുയായികളും അത് ചെയ്യുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവർ നമ്മോട് ചെയ്ത കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവസാനിപ്പിച്ച് യേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് തെറ്റുകൾ ക്ഷമിക്കുന്നതിൻ്റെ താക്കോൽ എന്ന് ദൈവം ഗ്ലാഡിസിനെ കാണിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പ്രിയമുള്ളവരെ, ക്ഷമയുടെ ഒരു വലിയ മനോഭാവം നമ്മിലേക്ക് പകരപ്പെടണം. യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതുകൊണ്ടാണ്, അവൻ നമുക്ക് വേണ്ടിയാണ് ആ കാൽവറിയുടെ ക്രൂശിലേക്ക് നടന്നു കയറിയത്. നമുക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയുമോ? ക്രൂശിൻ്റെ സന്ദേശം നമുക്ക് പകർന്നു നൽകുന്നത് അതുതന്നെയാണ്.
ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. തെറ്റു ചെയ്യുന്നത് മനുഷ്യൻ്റെ സ്വഭാവമാണെങ്കിൽ ക്ഷമിക്കുക എന്നത് ദൈവികമാണ്. നാം ക്ഷമിച്ചാലേ നമുക്കും ക്ഷമ ലഭിക്കൂ എന്നുള്ള കാര്യം കൂടി നാം ഓർമ്മിക്കണം. ക്ഷമിക്കുവാൻ നമ്മുടെ ഹൃദയം തുറന്നിരിക്കുന്നുണ്ടോ? യേശു തൻ്റെ മരണത്തിലൂടെ പ്രദാനം ചെയ്ത ആ രക്ഷയുടെ അനുഭവം നമുക്കും സ്വീകരിക്കാം. ഇന്നത്തെ ദിവസം ക്രൂശിൻ്റെ സന്ദേശം ക്ഷമയുടെ സന്ദേശമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നന്മയുടെ ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.